നമസ്കാരം. മഹാഭാരത പര്യടനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗരുഡൻ്റെ ഉൽപ്പത്തിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഗരുഡനെ വളരെ വലിയ തേജസ്സും ബലവും ഒക്കെയുള്ള ഒരു കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു ദേവതാ തുല്യമായ കഥാപാത്രമായിട്ടാണ് മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗരുഡന് മറ്റൊരു പേരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷീന്ദ്രൻ എന്ന് ഗരുഡനെ വിളിക്കാറുണ്ട്. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ബാലഖില്യന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം സന്യാസിമാരുണ്ടായിരുന്നു. നമ്മുടെ പെരുവിരലിൻ്റെ വലിപ്പം മാത്രമുള്ള ഇത്തിരി കുഞ്ഞന്മാരായ സന്യാസികൾ. ഒരിക്കൽ അവർ തപസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പശുവിൻ്റെ കുളമ്പ് പതിഞ്ഞുണ്ടായ വെള്ളത്തിൽ വീണു. ഇത്തിരി കുഞ്ഞന്മാരായ അവരെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളം കടലിന് സമാനമായിരുന്നു. ആ കുഴിയിൽ വീണ് അവർ കരകയറാനാവാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ട് അതുവഴി പോയ ഇന്ദ്രൻ അവരെ കളിയാക്കി ചിരിച്ചു. തപസ്വികളായ അവരെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ദ്രൻ അവരെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. എത്രയായാലും തൻ്റെ ശരീരത്തെ ചൊല്ലി ഒരാൾ കളിയാക്കുമ്പോൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ്, ആർക്കും അത്ര ഇഷ്ടമാവില്ലല്ലോ. കുപിതരായ ആ സന്യാസിമാർ ഇന്ദ്രനേക്കാൾ ബലവും വീര്യവുമുള്ള മറ്റൊരു ഇന്ദ്രൻ ഉണ്ടാകാൻ വേണ്ടി ഒരു യാഗം ആരംഭിച്ചു. അപകടം മണത്തറിഞ്ഞ ഇന്ദ്രന്റെ കഥകൾ, അത്തരം കഥകൾ പ്രസിദ്ധമാണല്ലോ. ആരെങ്കിലും തപസ് ചെയ്താൽ തന്നെ തൻ്റെ ഇന്ദ്രപദവി നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഇന്ദ്രൻ വേഗം തന്നെ കശ്യപ മഹർഷിയെ കാണുകയും ബാലഖില്യന്മാരെ ഈ ഉദ്യമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കശ്യപ മഹർഷി ബാലഖില്യന്മാരെ അനുനയിപ്പിച്ചു. ഒരു ഇന്ദ്രൻ ഉള്ളപ്പോൾ മറ്റൊരു ഇന്ദ്രൻ അനാവശ്യമാണെന്നും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹർഷിമാർ ചെയ്യുന്ന ആ യാഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആൾ അങ്ങനെയാണെങ്കിൽ പക്ഷികളുടെ ഇന്ദ്രനാകട്ടെ എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നിലോട്ട് വെച്ചു. അതുപ്രകാരം ബാലഖില്യന്മാർ തങ്ങളുടെ യാഗത്തിൻ്റെ ഫലം കശ്യപ മഹർഷിക്ക് നൽകി. അതുകൂടി ചേർത്താണ് ഗരുഡൻ ഉണ്ടായത് എന്നാണ് സങ്കല്പം. അതിനാലാണ് ഗരുഡനെ പക്ഷീന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ഗരുഡൻ്റെ പേര് സുപർണൻ എന്നായിരുന്നു. നല്ല ചിറകുകൾ ഉള്ളവൻ, അല്ലെങ്കിൽ വലിയ ചിറകുകൾ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ സുപർണൻ എന്ന് വിളിക്കാം. ഗരുഡൻ എന്ന പേര് ലഭിച്ചതിനും ഒരു കഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഗരുഡൻ്റെ ജനന സമയത്ത് മഹർഷിമാർ മറ്റൊരു അഗ്നിദേവൻ കൂടി ഉണ്ടായോ എന്ന് സംശയിച്ചു എന്നും അഗ്നിയുടെ വീര്യം അടക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നും ഒക്കെ കഥയിൽ പറയുന്നുണ്ട്. മറ്റൊരു കൗതുകകരമായ കാര്യം, സുപർണൻ എന്ന ദേവനെ കുറിച്ച് ബുദ്ധമതത്തിലും പരാമർശമുണ്ട്. വലിയ ചിറകുകളുള്ള ഒരു പക്ഷിയുടെ രൂപമുള്ള ദേവൻ, അല്ലെങ്കിൽ ദൈവാംശമുള്ള ഒരു വ്യക്തി, ബുദ്ധമതത്തിലും പരാമർശമുണ്ട്. ഒരുപക്ഷെ പ്രാചീന കാലത്ത് ഈ മതങ്ങളൊക്കെ പരസ്പരം ഇടകലർന്ന് കഥകൾ പങ്കുവച്ചതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു താദാത്മ്യം അല്ലെങ്കിൽ സാമ്യം വന്നത് എന്ന് തോന്നുന്നു. ഗരുഡന്റെ ജനനശേഷവും വിനതയുടെ ദാസ്യം തുടർന്നു വന്നിരുന്നു. ഒരു ദിവസം കദ്രുവിൻ്റെ മക്കൾ ഗരുഡനോട് ആവശ്യപ്പെട്ടു തങ്ങളെ നാഗലോകം കാണിക്കാൻ കൊണ്ടുപോകണം. ഇത് പുരാണങ്ങളിൽ പറയുന്ന പാതാളത്തിലുള്ള നാഗലോകമായിട്ടല്ല പറയുന്നത്, കടലിന് നടുക്കുള്ള ഒരു ദ്വീപ്, ആ ദ്വീപ് കാണിക്കാൻ കൊണ്ടുപോകണം എന്ന് ഗരുഡനോട് ഈ പാമ്പുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ കദ്രുവിനെ വിനതയും പാമ്പുകളെ ഗരുഡനും ചുമന്നുകൊണ്ട് നാഗലോകത്തിലേക്ക് യാത്രയായി. വിശ്വകർമാവിനാൽ നിർമ്മിതമായ, ദേവന്മാരുടെ ശില്പിയാണ് വിശ്വകർമാവ്, ആ വിശ്വകർമാവിനാൽ നിർമ്മിതമായ നാഗലോകം കണ്ടതിന് ശേഷം ആ സർപ്പങ്ങൾ ഗരുഡനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ മറ്റു ദ്വീപുകൾ കൂടി കാണിച്ചാലും, ധാരാളം മനോഹരമായ ദ്വീപുകൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നീ ഒന്ന് കാണിക്കുക. ഏറെ ചിന്താവിഷ്ടനായ ഗരുഡൻ എന്താണ് ഇപ്രകാരം സർപ്പങ്ങൾ തങ്ങളോട് ആജ്ഞാപിക്കാനുള്ള കാര്യം എന്ന് അമ്മയോട് ആരാഞ്ഞു. അപ്പോൾ അമ്മ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗരുഡനെ വിവരിച്ച് കേൾപ്പിച്ചു.
വളരെയേറെ വിഷമിച്ച ഗരുഡൻ എന്തു ചെയ്താലാണ് ശാപനിവൃത്തി ഉണ്ടാവുക എന്ന് ആ സർപ്പങ്ങളോട് ചോദിച്ചു. അതായത് താൻ എന്തു ചെയ്തു തന്നാൽ തന്നെ ഈ ശാപത്തിൽ നിന്ന് ഒഴിവാക്കാം എന്ന് ഗരുഡൻ സർപ്പങ്ങളോട് ചോദിക്കുന്നു. സർപ്പങ്ങൾ ആലോചിച്ചു മറുപടി പറഞ്ഞു, നീ അമൃതം കൊണ്ടു തരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ശാപത്തിൽ നിന്ന് ഒഴിവാക്കാം. സർപ്പങ്ങളുടെ അമ്മയായ കദ്രു ശപിച്ചിട്ടുള്ളത് ജനമേജയന്റെ യാഗത്തിൽ വീണു മരിക്കും എന്നാണല്ലോ. അപ്പോൾ അമൃത് തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല പോംവഴി. ഗരുഡനാണെങ്കിൽ വലിയ വീര്യ ബലങ്ങളോടുകൂടിയ ആളുമാണ്. അപ്പോൾ ദേവലോകത്ത് നിന്ന് അമൃതം കൊണ്ടുതരാൻ ഗരുഡന് സാധിക്കും എന്ന് സർപ്പങ്ങൾ വിശ്വസിച്ചു. അതനുസരിച്ച് അമൃത് കൊണ്ടു തന്നാൽ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് അവർ ഗരുഡനെ അറിയിക്കുകയും ചെയ്തു. ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ സമീപമെത്തി സർപ്പങ്ങളുടെ നിർദ്ദേശപ്രകാരം താൻ അമൃത് കൊണ്ടുവരാനായി ദേവലോകത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനായി ഭക്ഷണം എന്തെങ്കിലും തരണം, അത്രയും വലിയ ഒരു കൃത്യം ചെയ്യാൻ ആവശ്യമായ ഭക്ഷണം എന്തെങ്കിലും തരണം എന്ന് അമ്മയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ വിനത പറഞ്ഞത്, സമുദ്രത്തിൽ നിഷാദന്മാർ താമസിക്കുന്നുണ്ട്, നീ അവരെ പിടിച്ചു തിന്ന് വിശപ്പ് അടക്കിക്കൊള്ളുക. അതുപ്രകാരം ആയിരക്കണക്കിന് നിഷാദന്മാരെ ഗരുഡൻ പിടിച്ചു തിന്ന് വിശപ്പടക്കി. കഥയിൽ ഒരുപാട് വിശദാംശങ്ങൾ പറയുന്നുണ്ട്, ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ വിശപ്പടക്കിയ ഗരുഡൻ വഴിയിൽ വെച്ച് തൻ്റെ പിതാവായ കശ്യപനെ കണ്ടു. അദ്ദേഹത്തിനോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വിവരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കിപ്പോഴും വിശപ്പ് മാറിയിട്ടില്ല, ഈ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ ഭക്ഷണം ലഭിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാണുന്ന സരസിൽ ഒരു ആനയും ഒരു ആമയും താമസിക്കുന്നുണ്ട്. വർഷങ്ങളായി പോരടിച്ചുകൊണ്ട് കഴിയുന്ന ആനയും ആമയുമാണ്. അവരുടെ കണക്കൊക്കെ പറയുന്നുണ്ട്, ഏതാണ്ട് 10 യോജന വലിപ്പമുള്ള ആന, നീളമുള്ള ആന എന്നാണ് പറയുന്നത്. യോജന എന്നാൽ പഴയ ഒരു അളവാണ്. ഏതാണ്ട് 1 യോജന എന്നാൽ 13 കിലോമീറ്ററിനടുത്താണ് നീളം വരിക. അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയേണ്ടത്, യാഥാർത്ഥ്യബോധവുമായി നിരക്കുന്ന കണക്കുകളാവില്ല. അതിശയോക്തി എന്ന് പറയുന്നത് കഥകളുടെ മൊത്തം സ്വഭാവമാണല്ലോ. ഏതായാലും അങ്ങനെയുള്ള വലിയ ആനയെയും ആമയെയും ഗരുഡൻ തൻ്റെ ഓരോ കാലുകളിൽ തൂക്കിയെടുത്ത് യാത്ര ആരംഭിച്ചു. എവിടെങ്കിലും ഇരുന്നാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അങ്ങനെ വലിയ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിലേക്ക് ഗരുഡൻ ചെന്നിരുന്നു. ഇരുന്നപ്പോൾ ഗരുഡൻ്റെയും ഈ ആനയുടെയും ആമയുടെയും ഭാരം സഹിക്കാനാവാതെ ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു. നോക്കിയപ്പോൾ അതിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന കുറച്ച് ഋഷിമാരെ കണ്ടു. നാം നേരത്തെ പറഞ്ഞ ബാലഖില്യന്മാർ എന്ന സന്യാസികളാണ് അവർ. അവർ ആ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുകയായിരുന്നു. ഈ മരക്കൊമ്പ് വീണാൽ അവർ അപകടത്തിൽപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഗരുഡൻ തൻ്റെ കൊക്കിൽ ആ മരക്കൊമ്പും താങ്ങിയെടുത്തു. അങ്ങനെ കൊക്കിൽ മരക്കൊമ്പും കാലുകളിൽ ആനയും ആമയുമായി ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന ഗരുഡനെ കണ്ട് ഋഷിമാർ അത്ഭുത പരതന്ത്രരായി. ഇത്ര മഹത്തായ ഭാരം, ഗരുവായ ഭാരം ഏന്തി ഡയനം ചെയ്യുന്നു, പറക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗരുഡന് ആ പേര് കിട്ടിയത് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അങ്ങനെ ഗരുഡൻ തൻ്റെ അച്ഛനെ വീണ്ടും കാണുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഗന്ധമാദന പർവ്വതത്തിൽ പോയിരുന്ന് ഈ മഹർഷിമാരെ സ്വതന്ത്രരാക്കി വിടുന്നു. ഗരുഡന്റെ ജന്മത്തിനും കൂടി കാരണമായ മഹർഷിമാരാണവർ. അവരെ സ്വതന്ത്രരാക്കി വിടുന്നു. എന്നിട്ട് ആ പർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് ആനയെയും ആമയെയും ഭക്ഷിച്ച് ദേവലോകത്തിലേക്ക് യാത്രയാവുന്നു. ആ സമയം ദേവലോകത്തിൽ ധാരാളം ദുർലക്ഷണങ്ങൾ കാണുന്നു. അശുഭകരങ്ങളായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് ആരാഞ്ഞു. അപ്പോൾ ബൃഹസ്പതി പണ്ട് ദേവേന്ദ്രനെതിരെ ബാലഖില്യന്മാർ നടത്തിയ യാഗവും ഒക്കെ ഓർമ്മിപ്പിക്കുന്നു. ആ ഗരുഡൻ അമൃത് മോഷ്ടിക്കാനായി വരികയാണ്, അതുകൊണ്ടാണ് ഈ ദുർലക്ഷണങ്ങൾ എന്ന് പറയുന്നു. ദേവേന്ദ്രൻ ദേവന്മാരെ മുഴുവൻ യുദ്ധസന്നദ്ധരാക്കുന്നു. താൻ തന്നെ ആയുധമണിഞ്ഞ് ആ ഗരുഡനെ നേരിടാൻ വേണ്ടി നിലയുറപ്പിക്കുന്നു. ഗരുഡൻ വന്നെത്തുന്നു. അതിഭീകരമായ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിഭീകരമായ യുദ്ധം ദേവന്മാരും ഗരുഡനുമായി നടക്കുന്നു.
ഇന്ദ്രൻ വജ്രായുധം തന്നെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഗരുഡനെ ഇതൊന്നും തളർത്തുന്നില്ല. വജ്രായുധത്തെ ബഹുമാനിക്കുന്നതിനായി ഗരുഡൻ തൻ്റെ ഒരു തൂവൽ ഒഴിച്ചു കൊടുക്കുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. കാരണം അത്രയും ബലമുള്ള ആളാണ് ഗരുഡൻ. ഒടുവിൽ ദേവേന്ദ്രൻ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകുന്നു. ദേവേന്ദ്രൻ പറയുന്നു, ഈ അമൃത് വലിയ ദിവ്യമായ ഔഷധമാണ്, അത് കഴിച്ചാൽ മരണമില്ല. സർപ്പങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മരണമുണ്ടാവില്ല, അത് ലോകത്തിന് തന്നെ നാശമാണ്. അപ്പോൾ ഗരുഡൻ പറയുന്നു, തൻ്റെ ദാസ്യം, തൻ്റെയും അമ്മയുടെയും ദാസ്യം വിടണമെങ്കിൽ ഈ അമൃത് സർപ്പങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. അവരത് കഴിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. അവർക്ക് ഞാൻ അമൃത് കൊടുത്തതിന് ശേഷം അവരെ തന്ത്രത്തിൽ മാറ്റാം. ആ സമയം ദേവേന്ദ്രന് ഈ അമൃത് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ പക്ഷീന്ദ്രനും ദേവേന്ദ്രനും തമ്മിൽ ഒരു കരാറിൽ എത്തുകയും ഗരുഡൻ അമൃത് കൊണ്ട് സർപ്പങ്ങളുടെ അടുത്തേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ സർപ്പങ്ങൾ എല്ലാവരും വളരെ സന്തുഷ്ടരായി അമൃത് ഭക്ഷിക്കാനായി വന്നു. ഗരുഡൻ അവരോട് പോയി സ്നാനം ചെയ്തു വരാൻ ആവശ്യപ്പെടുന്നു. സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷമാണ് അമൃത് കഴിക്കേണ്ടത്, അതുകൊണ്ട് പോയി സ്നാനം ചെയ്തു വരാൻ പറയുന്നു. ഈ സന്ദർഭത്തിൽ സർപ്പങ്ങൾ സ്നാനം കുളിക്കാൻ പോയ അവസരത്തിൽ പെട്ടെന്ന് തന്നെ ദേവേന്ദ്രൻ അവിടെ എത്തുകയും ആ അമൃത് കൈക്കലാക്കി മടങ്ങുകയും ചെയ്യുന്നു. ഈ അമൃത് നിറച്ച പാത്രം ഒരു ദർഭപ്പുല്ലുകൾ വിരിച്ച് അതിലാണ് വെച്ചിരുന്നത്. തിരികെ എത്തിയ സർപ്പങ്ങൾ നോക്കിയപ്പോൾ അമൃത് കാണാനില്ല. അമൃതില്ല എങ്കിൽ അവർ ആ അമൃത് വെച്ച ദർഭപ്പുല്ലിൽ നക്കി നോക്കുന്നു. അങ്ങനെയാണ് സർപ്പങ്ങളുടെ നാവ് പിളർന്നത് എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന്, ഐതിഹ്യം തന്നെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയില്ല, എന്നാലും അങ്ങനെ ഒരു കഥയുണ്ട്. ഇങ്ങനെയാണ് ഗരുഡൻ്റെയും അമ്മയായ വിനതയുടെയും ദാസ്യം അവസാനിച്ചത്. പിന്നീട് ഈ സർപ്പങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വീണ് മരിക്കുകയും ചെയ്തു. പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ച് കൊന്നതുകൊണ്ടാണല്ലോ ജനമേജയൻ സർപ്പങ്ങളോടുള്ള വിരോധം നിമിത്തം ഒരു സർപ്പസത്രം നടത്താനിടയായത്. എന്തുകൊണ്ടാണ് പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ച് കൊന്നത്? ആ കഥ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇത് മഹാഭാരതം പൂർണ്ണമായും കൊച്ചു എപ്പിസോഡുകളിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ എപ്പിസോഡുകളും കാണാൻ ശ്രദ്ധിക്കുക. അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.